എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാത്സ് മന്ത്ര എന്ന് പറയുന്ന സീരീസിൻ്റെ ക്ലാസ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോഴേ പറയാം, ബിഗിനറായിട്ടുള്ളവരോ പഠിക്കാത്തവരോ മാത്സ് അധികം പഠിക്കാത്തവരോ ഇത് കണ്ട് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആവറേജ് ലെവലിലുള്ള ആൾക്കാരുണ്ട്, അവർക്ക് എങ്ങനെ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇത് ബിഗിനറായിട്ടുള്ളവർക്കും തുടക്കക്കാർക്കും അത്യാവശ്യമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം ഇത് എങ്ങനെയാണ് ഈ ചെയ്തിരിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ നിങ്ങൾ പഠിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത വേണം. എപ്പോഴും ബേസിക് മെത്തേഡ് മാത്രം പഠിക്കുമ്പോൾ ഇതാണ് സംഭവം എന്ന് വിചാരിച്ചിരിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടി കൂടെയാണ് ഈ സൊല്യൂഷൻസ് പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നത്. അല്ലാതെ കാണിച്ച് പേടിപ്പിക്കുകയല്ല. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, നന്നായിട്ട് പഠിച്ചാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇത് കണ്ട് മനസ്സിലാക്കുക. ഇതിലുള്ള ക്ലാസ്സുകളെല്ലാം നമ്മളുടെ ചാനലിലുണ്ട്. നിങ്ങൾ ക്ലാസ്സുകൾ ഓരോന്നായിട്ട് കണ്ട് കംപ്ലീറ്റ് ആക്കി പോകും. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, നമുക്ക് വേഗത്തിൽ ക്വസ്റ്റ്യൻ ചെയ്ത് വെക്കാം. രാജീവ് സെൽസ് എ പെൻ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 5%. ഇഫ് ഹി സെൽസ് ദ പെൻ ഫോർ ₹36 more, then he earns a profit of 14%. വാട്ട് ഈസ് എ കോസ്റ്റ് പ്രൈസ്? ഓക്കെ, അപ്പോൾ 5% ആദ്യം വിറ്റിരുന്നത്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ചെയ്യും? 14% ലാഭം കിട്ടും. അതായത് 105 114 എത്ര? 11% അധികം കിട്ടി. ഓക്കെ, 9% അധികം കിട്ടി. 9ൻ്റെ വാല്യൂ ആണ് 36. 100ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 36/4, 36/9 4, 4 കഴിഞ്ഞ് 2 0. ഓപ്ഷൻ ഡി നമുക്ക് കിട്ടും. അടുത്ത, P sold an item to Q at 20% gain. Q sold it to R at a loss of 10%. R bought the item for ഇത്രയും. Then what is the price for P? അപ്പോൾ ഇവിടെ എങ്ങനെ പേന എടുക്കാതാണ് നമ്മൾ ഈ മാത്സ് മന്ത്രയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബാക്ക്വേർഡ് അപ്രോച്ച് ചെയ്യാം. അതായത് ലോസിന് 10% ലോസിന് വിറ്റപ്പോഴാണ് നമുക്ക് ഈ 1080 കിട്ടിയത്. 10% ലോസ് എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ഥാനം 9 വെക്കുമ്പോഴാണ്. 9ൻ്റെ വാല്യൂ ആണ് 1080, 10ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 12, 1200. ഓക്കെ, 12 × 9 വിറ്റിട്ട് 1200. ഇവിടെ വരെ 1200, ഇവിടെ വരെ 1200. 1200 കിട്ടിയപ്പോഴാണ് 20% ഗെയിനില്ല. അതായത് 100ൻ്റെ സ്ഥാനം 120. അപ്പോൾ 120 വാല്യൂ 1200, 100ൻ്റെ വാല്യൂ എത്ര കിട്ടും? 1000 കിട്ടും. 1000 ആണെന്ന് പറയുന്നത് പിയുടെ പർച്ചേസിംഗ് പ്രൈസ്. രവി സെൽസ് ഓൾഡ് സ്കൂൾ ഇത്രയാണ്. ദെൻ ഹിസ് ലോസ് ഇൻക്ലൂഡ് ഇത്രയാണ്. ഇഫ് ഹി സെൽസ് ഇറ്റ് ടു ഗെയിൻ എ പ്രോഫിറ്റ് ഓഫ് 15%, സെല്ലിംഗ് പ്രൈസ് 1. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 10% നഷ്ടത്തിൽ വിറ്റ പൈസയാണ്. അപ്പോൾ 90%ൻ്റെ വിലയാണ് നമുക്ക് 100%. അപ്പോൾ ബൈ 9 ചെയ്യുമ്പോൾ 2 20,000 അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ്. സെല്ലിംഗ് പ്രോഫിറ്റ് 15% കിട്ടണം. ഇപ്പോൾ 20,000ൻ്റെ 15% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3000 കൂടെ ചേർത്ത് 23,000 വിൽക്കും, അല്ലെങ്കിൽ 23ൻ്റെ മൾട്ടിപ്പിൾ. യെസ്, എ വെൻഡർ ബോട്ട് 40 ഡസൻ ഫ്രൂട്ട് ഇത്രയും രൂപയ്ക്ക്. ഔട്ട് ഓഫ് ദിസ് 30 ടോട്ടലാണ് ത്രോൺ അവേ. വാട്ട് റേറ്റ് പെർ ഡസൻ ഷുഡ് ദി സെൽ ദ റിമൈനിങ് ഫ്രൂട്ട്സ് ടു മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 25%? ഇപ്പോൾ 25% പ്രോഫിറ്റ് വേണമെങ്കിൽ അവൻ്റെ ടോട്ടൽ കോസ്റ്റ് 2,400. അതിൻ്റെ 25% എന്ന് പറഞ്ഞാൽ 600 ചേർത്ത് 600 25%, 1/4 ആണ്. അതായത് 3,000 രൂപ അയാൾക്ക് കിട്ടണം. 3,000 കിട്ടണം. എത്ര എണ്ണം ഉണ്ട് നമ്മുടെ ഫ്രൂട്ട്? 30 ഫ്രൂട്ട് പോയി. 30 ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ 2.5 ഡസൻ പോയി. 30 ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ 2 ഡസൻ 24 6 എന്ന് പറഞ്ഞാൽ പകുതിയാണ്. അപ്പോൾ 2.5 ഡസൻ പോയി, ബാക്കി 37 ഡസനാണുള്ളത്. അപ്പോൾ 37 ഡസൻ ഉണ്ട് എത്ര രൂപയ്ക്ക്? 3,000 രൂപയ്ക്ക്. അപ്പോൾ വാട്ട് റേറ്റ് പെർ ഡസൻ? അപ്പം 37 ഡസൻ 3,000 രൂപയ്ക്ക്. 3,000/37. 3,000/37 എന്ന് പറയുമ്പോൾ 37 എന്ന് പറഞ്ഞാൽ 75/2 ആണ്. അപ്പോൾ 3,000/75 2 മേളിപ്പോൾ. അപ്പോൾ 6,000/75. 6,000/75 പറയുമ്പോൾ 75 × 8 ആണ് 6,000. അപ്പോൾ 8 0 80 റുപ്പീസ് പെർ ഡസൻ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു ഫ്രൂട്ട്സ് വിൽക്കണം. ഓക്കെ, ഇതൊക്കെ പേന എടുക്കാതെ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാനാണ്. നിങ്ങളിത് പഠിക്കുമ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ എക്സും വൈ ഒക്കെ ഇട്ട് കാണും. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം. യെസ്, എ മാൻ ബോട്ട് 3 ആർട്ടിക്കിൾസ് ഫോർ ഇത്രയും. ഈ സോൾഡ് ദീസ് ആർട്ടിക്കിൾ റെസ്പെക്റ്റീവ്ലി 15%, 10%, 15% ലോസ്. പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഓർ ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും സെയിം വിലയാണ്. ഇപ്പോൾ 1:1:1 ആണ് അവരുടെ റേഷ്യോ. ഇപ്പോൾ നമുക്ക് വെയിറ്റഡ് ആവറേജ് ചെയ്യാം. 1 × 15 15, 1 × 10 25 -15. അപ്പം 15 പോയി 10 കിട്ടും. 10/3, അതായത് 10/3% നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് എന്ന് പറയാം. ഓക്കെ, വെയിറ്റഡ് ആവറേജ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങളത് പഠിക്കും. ഓൺ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ ഇത്രയും പെർസെൻറ്റ് ലോസസ് 20% ഓഫ് സെല്ലിംഗ് പ്രൈസ്. അറ്റ് വാട്ട് പ്രൈസ് ഷുഡ് ഹി സെൽ ടു ഗെയിൻ 25% ഓഫ് കോസ്റ്റ് പ്രൈസ്? അപ്പോൾ ഇവിടെ 20% സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴേ 20% ഓഫ് സെല്ലിംഗ് പ്രൈസ് മുമ്പ് സെല്ലിംഗ് പ്രൈസ് 5 ആണെങ്കിൽ 1 ആണ് അയാളുടെ നഷ്ടം. സെല്ലിംഗ് പ്രൈസ് 5 ആണെങ്കിൽ 1/5 ആണ്. സെല്ലിംഗ് പ്രൈസ് 5 ആണെങ്കിൽ 1 ആണ് നഷ്ടം. ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 6 ആണ്. ഓക്കെ, അപ്പോൾ 5ൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത് 800. 1ൻ്റെ വാല്യൂ 160 ആണ്. 6ൻ്റെ വാല്യൂ 960. അപ്പോൾ 960 ആണ് അയാളുടെ കോസ്റ്റ് പ്രൈസ്. 25% എന്ത് വേണം? ലാഭം വേണം. അപ്പോൾ 960ൻ്റെ 25% എന്ന് പറഞ്ഞാൽ ബൈ 4 240 ആണ്. അപ്പോൾ 960 240 കൂട്ടി 1,200 രൂപയ്ക്ക് വിൽക്കണം. ഇതും പേന എടുക്കാൻ ചെയ്യും. സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് പേന എടുക്കാൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഒരു പെൻ വാസ് സോൾഡ് ഫോർ ഇത്രയും വിത്ത് എ പ്രോഫിറ്റ് ഓഫ് ഇത്രയും. ഇഫ് ഇറ്റ് വെർ സോൾഡ് അറ്റ് ഇത്രയും ദെൻ വാട്ട് വുഡ് ബി പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഓർ ലോസ്? ഇവിടെ നോക്കാം. 166.44 പ്രോഫിറ്റ് ഇത്രയാണ്. അപ്പോൾ 114ൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് 100ൻ്റെ വാല്യൂ വേണം.
അപ്പോൾ 114 വാല്യൂ ഇതാണെങ്കിൽ നമുക്ക് 100ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ 114ൻ്റെ വാല്യൂ അറിയാം, 100ൻ്റെ വാല്യൂ. ഓക്കെ, 114 അറിയാം, 100ൻ്റെ വാല്യൂ. ഇത് പേന എടുക്കാതെ ചെറിയൊരു പേന എടുക്കേണ്ടി വരും. കാര്യം അടുത്തടുത്ത ഓപ്ഷൻ കിടക്കുന്നത്. അപ്പോൾ 114 അറിയാം, ഇപ്പം ബൈ 114 ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 114 പേന എടുക്കേണ്ട സ്ഥലത്ത് പേന എടുക്കേണ്ടി വരും. ഓക്കെ, 114ൻ്റെ വാല്യൂ അറിയാം, എന്നാൽ 100ൻ്റെ വാല്യൂ ആണ്. ഓക്കെ, ബൈ 114 100. അപ്പോൾ 100ൻ്റെ കൂടെ ഈ 2 പോയിൻറ്റും പോയി, ബാക്കി 114 ഡിവൈഡ് ചെയ്യാം. 1 ഒരു വട്ടം 114 ആകുമ്പോൾ ബാക്കി എത്ര ഉണ്ട്, 14 52 52 52 52 524 524 114 524 അല്ലേ, 500 ഓക്കെ 114 52 527 147 എത്ര വട്ടം, 4 വട്ടം പോയി കഴിഞ്ഞാൽ 400 176 576 പോകും. അപ്പോൾ 3 വട്ടം പോകത്തുള്ളൂ. 3 വട്ടം 114 × 3 342 ആണ്. 342 വരുമ്പോൾ എത്ര വരും, ഇത് കാൽക്കുലേഷൻ ഉണ്ട്, കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. 100ഉം ഓക്കെ 200ഉം 200ൽ നിന്ന് 18 കുറയ്ക്കണം, 200ൽ നിന്ന് 18 കുറയ്ക്കണം. എത്രയാണ്, 182. അപ്പോൾ 182 4 182 4. ഓക്കെ, 114 ഗുണം എത്ര കാണിക്കും, 10 11 12 11 ആയിരിക്കും, 12 ഇല്ല 11 12 അല്ല 13 14. ഓക്കെ, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരുന്നുണ്ടല്ലോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കാമേ. യെസ്, കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. ഇവിടെ കാൽക്കുലേഷൻ ചെയ്യണം, കാൽക്കുലേറ്റീവ് ക്വസ്റ്റൻ ആണ്. 116.4 പ്രോഫിറ്റ് ഓഫ് ഇത്രയാണ്. ഇത്രയാണെങ്കിൽ ഓക്കെ, ഇപ്പം ചെയ്യേണ്ടി വരും. കോസ്റ്റ് പ്രൈസ് വേറെ വഴിയുണ്ട്. 114ൻ്റെ വാല്യൂ ആണ്. ഓക്കെ, 166.44. എന്നാൽ 100ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടും. അപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ഇവിടെ 154.76 ബൈ നമുക്ക് 100 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി കോമൺ ആയിട്ടുള്ള എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് റേഷ്യോ എടുത്താൽ മതി. റേഷ്യോ എടുക്കുന്ന ഒരു ഇതിൽ ഓക്കെ റേഷ്യോ എടുത്താൽ മതി. റേഷ്യോ എടുക്കാൻ വേണ്ടി നമുക്ക് മാക്സിമം കോമൺ ആയിട്ടുള്ള വെട്ടിക്കളയാം. 2 വെച്ച് കിട്ടുമ്പോൾ ഇത് 57 കിട്ടും, 2 വെച്ച് കിട്ടുമ്പോൾ ഇത് 50 കിട്ടും. അത് കോമൺ ആയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം, 4 വെച്ച് വെട്ടേണ്ടി വരും. ഓക്കെ, 8 4 വെച്ച് വെട്ടാം, 13 17 22 23. ഓക്കെ, 4 വെച്ച് വെട്ടാം. 4 വെച്ചുമ്പോൾ 4 1 4 1 24 6 1. ഓക്കെ, ഇവിടെ 4 വെച്ച് കിട്ടുമ്പോൾ 3 8 27-നകത്ത് 8 36-നകത്ത് 9. ഓക്കെ, ഇനി കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ, ഇനി കോമൺ ആയിട്ട് 2 10 ഇല്ല, 7 8 12 13 19. ഓക്കെ, 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല, കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. യെസ്, 57 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 57 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കാര്യം 19 ഉണ്ട്. 57 19 ചൂട്ടാം. 19 2 38. എനിക്കൊന്നും ഇവിടെ അങ്ങനെ പറ്റുമല്ലോ. 19 2 38, ബാക്കി 3 36-നകത്ത് 19 ഒരു വട്ടം, ബാക്കി 17 171 19 9 വട്ടം. യെസ്, 19 ഗുണം 3 നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇത് കംപ്ലീറ്റ് വേണ്ടി പോയി 73 കിട്ടി. ഓക്കെ, ഇത് 73 കിട്ടി. 73 ഗുണം 50, 73 5 എന്ന് പറയുമ്പോൾ 350, 365 3650 ആണെങ്കിൽ 3889 വിൽക്കുന്നത്. എത്രയാണ് കൂടുന്നത്, 200ഉം 239. ഓക്കെ, അപ്പോൾ 239 നമുക്ക് ലാഭം. എത്രല്ലേ, 239 ലാഭം. എത്രല്ലേ, 3650. ഓക്കെ, എത്ര വരും, എത്ര ശതമാനം, ഇത് പ്രോഫിറ്റാണ് വരുന്നത്. എത്ര ശതമാനം പ്രോഫിറ്റാണ്, 5% പ്രോഫിറ്റ് അല്ല. 5% എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതിയാണ്, അത് 180 സംതിങ്. 5% കൂടുതലുള്ള പ്രോഫിറ്റാണ്. എവിടെയെങ്കിലും കാൽക്കുലേഷൻ തെറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ 6% പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. അതിനകത്ത് കൂടുതലുള്ളത് ഇത് മാത്രമേ ഉള്ളൂ, 5% പ്രോഫിറ്റ്. 6% പ്രോഫിറ്റ് എന്ന് നോക്കാം. 6% എന്ന് പറയുമ്പോൾ 6% എന്ന് പറയുമ്പോൾ 36 216, പിന്നെ 219 വരുന്നത്. അപ്പോൾ അത് കാൽക്കുലേഷൻ എവിടെയെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കാണും. നിങ്ങൾ എന്ത് ചെയ്യാം, മെത്തേഡ് ഇത് തന്നെയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. യെസ്, അടുത്ത ഷോപ്പ് കീപ്പർ വാണ്ടഡ് ടു സെൽ ഇത്രയും വർത്ത് ഓഫ് പ്രോഡക്റ്റ്, ബട്ട് ഹി ഹാഡ് 2 ഓപ്ഷൻ, ഗിവിംഗ് 2 സക്സീഡ് ഡിസ്കൗണ്ട്സ് ഓഫ് ഇതും ഓർ ഗിവിംഗ് എ സിംഗിൾ ഡിസ്കൗണ്ട് ദിസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ 25%, ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്, 10 × 15/100, അതായത് 150/100, 1.5% ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ 1.5% ഡിഫറൻസ് ആണുള്ളത്, അത് ഇതിൻ്റെ 1.5%. അപ്പോൾ 1% എന്ന് പറഞ്ഞാൽ 27.5% കഴിഞ്ഞാൽ 27ൻ്റെ പകുതി 13.5, 27 13 40. ഓപ്ഷൻ എ കൊടുക്കാം. ആർട്ടിക്കിൾ ലോസിന് വിൽക്കുന്നു 13%. സോൾവ് ഫോർ ഇത്രയും കൂടുതലാണെങ്കിൽ ദർ വിൽ ബി പ്രോഫിറ്റ് ഓഫ് ഇത്രയും. അപ്പോൾ 13 ലോസ് 9 പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 13 9 22 23 വ്യത്യാസമുള്ളത്. 23ൻ്റെ വാല്യൂ ആണ് 114 കോസ്റ്റ് പ്രൈസ്, 100ൻ്റെ വാല്യൂ ആണ്. അപ്പോൾ 23ൻ്റെ വാല്യൂ 23 ഗുണം 4 92, 4 തുടങ്ങും, 4 92
ബാക്കി 8, 18, 184, 23 ഗുണം 8 ആണ്. അപ്പോൾ 4, 8 തുടങ്ങുന്ന ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ 3. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്തോണം. ഓക്കെ, അത് ഒന്ന് വെരിഫൈ ചെയ്ത് സെറ്റ് ആക്കേണ്ടി വരും. യെസ്, എവിടെയെങ്കിലും കാൽക്കുലേഷൻ നമ്മുടെ മെത്തേഡ് ഇതാണ്. ഒന്ന് വെരിഫൈ ചെയ്തിട്ട് കിട്ടുവാണെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് പറയാം. ഓക്കെ.